വളരെ സ്പീഡിലുള്ള ഒരു പണിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ കാണുന്ന ഒരു പിക്കില്ലേ, അതേപോലെ ടോപ്പ് വേണം. അപ്പോൾ കസ്റ്റമറിന് സെയിം തന്നെ വേണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവർ ഒരു മീറ്ററുള്ള ഒരു മെറ്റീരിയൽ തന്നത് കേട്ടോ ചെക്കിൻ്റെ. അങ്ങനെ ഞാൻ വേഗം ആദ്യം തന്നെ അതിൻ്റെ സൈഡിൽ പിടിപ്പിക്കാനുള്ള വള്ളികൾ അതാണ് അടിച്ചെടുത്തത് കേട്ടോ. അടിച്ചെടുത്തു. അതിനുശേഷം ഇതിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. എല്ലാം തന്നെ ഏറ്റവും നല്ലത് ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം മറിച്ച് ഇൻകട്ടായിട്ട് ചെയ്യാം. എല്ലാം ഉള്ളിലോട്ടായിട്ട് തന്നെ മറിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നമ്മളുടെ പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബോട്ട് നെക്കാണ്. അപ്പോൾ കസ്റ്റമറിന് വീനെക്ക് മതി. അങ്ങനെ നമ്മൾ വീനെക്കിൽ നമ്മൾ ഷേപ്പിൽ ലൈനിങ്ങും ടോപ്പും വെട്ടിയെടുത്തു. എന്നിട്ട് എല്ലാ നെക്കും അതുപോലെ തന്നെ ആം ഹോളും സൈഡും എല്ലാം ഒറ്റ ജോയിൻ ചെയ്തു. അതായത് തിരിച്ചും മറിച്ചിട്ടാലും ഒരേപോലെ ആകുന്ന രീതിയിൽ നമ്മളിത് അങ്ങനെ ജോയിൻ ചെയ്തു കേട്ടോ. ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സൈഡിൽ വേണ്ട വള്ളികളെല്ലാം കറക്റ്റ് കട്ട് ചെയ്തിട്ടിട്ട് നമ്മളത് പിടിപ്പിച്ചിട്ടാണ് ഈ നല്ല മെറ്റീരിയൽ എല്ലാം നമ്മൾ മറിച്ചത്. അങ്ങനെ ഷടപടയിൽ നമ്മുടെ പണിയൊക്കെ തീർന്നു കേട്ടോ. ബാക്ക് പീസ് ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ജോയിൻറ്റിങ് ഒന്നും വരുന്നത്, ആകെ ജോയിൻറ്റിങ് വരുന്നത് നമ്മുടെ ഷോൾഡർ മാത്രം. ബാക്കി എല്ലാം മറിച്ചിരുന്നതാണ്. പിന്നെ സൈഡിൽ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക. നമ്മുടെ പാറ്റേണിൽ 2 കെട്ടേ ഉള്ളൂ. നമ്മുടെ മലയാളികൾക്ക് നമുക്ക് എന്തായാലും 2 കെട്ടിൽ പറ്റില്ലല്ലോ. അങ്ങനെ 3 കെട്ട് നമ്മൾ സൈഡിൽ ഇവർക്ക് 3 കെട്ടിയിട്ട് കൊടുത്തു. 2 സൈഡിലുമായിട്ട് കെട്ടെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ലുക്ക് വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. കസ്റ്റമർ ഇട്ടപ്പോൾ ഇത്തിരി ലൂസ് ഉണ്ടായിരുന്നേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ലൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് മറിച്ചിട്ട് അടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മളിതെല്ലാം മറിച്ച് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ താഴ്ഭാഗത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് താഴ്ഭാഗത്താണ്. അപ്പോൾ താഴ്ഭാഗം നമ്മൾ മറിച്ചടിച്ച് കൊടുക്കുമല്ലോ. അത് നമ്മൾ ഈ ഓൾട്രേഷൻ വരുമ്പോൾ ആ മറിച്ചടിച്ച ഭാഗം അഴിക്കുക, എന്നിട്ട് ഉൾഭാഗത്തേക്ക് തിരിക്കുക. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ മണ്ണ് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യേണ്ടത്. എന്തൊക്കെയായാലും സംഭവം സൂപ്പറായിരുന്നു. കസ്റ്റമറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. എല്ലാം ബാക്ക് നെക്കായാലും ഫ്രണ്ട് നെക്കായാലും എല്ലാം മറിച്ച് സൈഡാണെങ്കിലും കറക്റ്റ് അളവെടുത്തിട്ട് എല്ലാം മറിക്കുക. സംഗതി സിമ്പിൾ. അപ്പോൾ ലാസ്റ്റ് ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു മോഡലിലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ക്രോപ്പ് ടോപ്പാണ്. ജീൻസിനും അതേപോലെ സ്കേർട്ടിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.